നമ്മളുടെ വിഷയം ഇങ്ങനെയാണ്: മഹാഭാരതം യുദ്ധഗാഥയോ. മഹാഭാരത യുദ്ധാരംഭത്തിൽ അർജുനൻ കുറെ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ ആശങ്കകളൊക്കെ യുക്തിസഹമല്ലേ? ഗീത യുദ്ധ ആഹ്വാനമാണോ ചെയ്യുന്നത്? ഇതാണ് നമ്മളുടെ ചോദ്യം. അതിൽ അനുകൂലിച്ച് സംസാരിക്കേണ്ടവരാരാണ്? മഹാഭാരതം യുദ്ധാഹ്വാനമാണ്. അർജുനന്റെ ആശങ്കകളൊക്കെ യുക്തിസഹമാണ്. മഹാഭാരതത്തിൽ യുദ്ധത്തിനുള്ള പരസ്യമായ ആഹ്വാനമാണ് നടക്കുന്നത്, ഗീതയിലൂടെ നടക്കുന്നത്. ഇതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ പക്ഷം വളരെ വ്യക്തമാണ്. മഹാഭാരതം യുദ്ധത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മഹാഭാരതം അഹിംസയുടെ വക്താവാണ് മഹാഭാരതത്തിലൂടെ സംസാരിക്കുന്നത്. ഈ പക്ഷമാണ് നിങ്ങളുടേത്. നമ്മളുടെ ചർച്ച ഇവിടെ ആരംഭിക്കുന്നു. ഗീത യുദ്ധാഹ്വാനമാണോ, മഹാഭാരതം ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനമാണോ നൽകുന്നത്? യുദ്ധാരംഭത്തിലെ അർജുനന്റെ ആശങ്കകൾ യുക്തിസഹമാണോ? നമ്മളുടെ ചർച്ച ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. യദി ഹാസ്തി തദന്യത്ര യന്നേ ഹാസ്തി തത്ര എന്ന് വേദവ്യാസ മഹർഷി തന്നെ പറയുന്നുണ്ട്. അതായത് മഹാഭാരതത്തിൽ ഉള്ളത് നമുക്ക് വേറെ പലയിടത്തും കാണാൻ സാധിച്ചെന്ന് വരാം, എന്നാൽ മഹാഭാരതത്തിൽ ഇല്ലാത്തത് നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല. ഇതിൽ നിന്ന് തന്നെ മഹാഭാരതം ഒരു യുദ്ധഗാഥയല്ല എന്ന് വ്യക്തമാണ്. മഹാഭാരതത്തിന്റെ തുടക്കഭാഗം മുതൽ തന്നെ നമുക്ക് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഒരു വൈര്യം നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. ആ ഒരു വൈര്യത്തിന്റെ പരിസമാപ്തിയായിരുന്നു യഥാർത്ഥത്തിൽ ധർമ്മക്ഷേത്രത്തിൽ നടന്ന കുരുക്ഷേത്ര യുദ്ധം. കൂടാതെ ധർമ്മ വിജയത്തിന് വേണ്ടി മഹാഭാരതത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ജയമെന്നാണ്. ഒരു ജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പരാജയം ഉണ്ടാവണം. ജയപരാജയങ്ങൾക്ക് കാരണമാകുന്ന ഒരു പോരാണ്. ഒരു പോരെന്നാൽ യുദ്ധമാണ്. അത്തരമൊരു യുദ്ധം ഉണ്ടാകുന്നത് മഹാഭാരതം എന്ന് പറയുന്ന ഒരു കഥയുടെ ആ ഒരു ഇതിഹാസത്തിന്റെ ആവശ്യകതയായിരുന്നു. അതുകൊണ്ട് ധർമ്മക്ഷേത്രത്തിൽ നടന്ന ആ യുദ്ധം മഹാഭാരതത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ജയങ്ങളുടെ യുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലാതെ ധർമാധർമ്മങ്ങളുടെ യുദ്ധമായിട്ടാണ് ആ ജയം എന്ന വാക്ക് ധർമാധർമ്മങ്ങളുടെ യുദ്ധമായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇരു കക്ഷികളുടെ യുദ്ധമായിട്ടല്ല ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ മഹാഭാരതം വളരെയധികം പ്രസക്തമാണ്. പലതരത്തിലുള്ള പല ഭാഷകളിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആചാര്യന്മാർ അതിനുള്ള വ്യാകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്കെല്ലാം പ്രസക്തമായ മഹാഭാരതം ഇന്ന് ഈ കലികാലത്തിൽ മഹാഭാരതം വളരെയധികം നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രസക്തമാണ്. അങ്ങനെയുള്ള മഹാഭാരതത്തെ ഒരിക്കലും യുദ്ധഗാഥയെ കാണാൻ ശ്രമിക്കരുത്. യുദ്ധഗാഥയായിരുന്നെങ്കിൽ ഇത്രയും വ്യാഖ്യാനം ഉണ്ടാകുമായിരുന്നോ? മഹാഭാരതം കേവലം ഒരു യുദ്ധഗാഥ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. മഹാഭാരതത്തിലെ 2-3 പർവ്വങ്ങൾ അടക്കം ഒരുപാട് ഭാഗങ്ങളിൽ യുദ്ധസന്നാഹങ്ങൾ വർണ്ണിക്കുന്നതിനും യുദ്ധരംഗങ്ങൾ വർണ്ണിക്കുന്നതിനും യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് വർണ്ണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മഹാഭാരതത്തിന്റെ ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു യുദ്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ മഹാഭാരത യുദ്ധരംഗത്ത്, അതായത് ധർമ്മക്ഷേത്രത്ത് എല്ലാ പാണ്ഡവരായാലും ശരി കൗരവരായാലും ശരി അവരുടെ പടകളെ നിരത്തി നിർത്തി യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത്. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിൽ യുദ്ധം ഒരു അനിവാര്യതയായിരുന്നു. അതുകൊണ്ട് മഹാഭാരതം ദേവകൃതമാണ്. ദേവകൃതമായ ഒരു ഗ്രന്ഥത്തെ നമുക്ക് ഒരിക്കലും ഒരു യുദ്ധ ഗാഥയായി പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മഹാഭാരതത്തെ പഞ്ചമവേദമായി നമ്മൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ തീർച്ചയായും നമുക്ക് ഒരു പഞ്ചമവേദമായി കണക്കാക്കുന്ന ഒരു ഗ്രന്ഥത്തെ ഒരിക്കലും നമുക്ക് യുദ്ധഗാഥയെ പറയാൻ സാധിക്കുകയില്ല. നമുക്ക് അർജുനന്റെ ആശങ്കകളിലേക്ക് കടക്കാം. അർജുനന് യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് തന്റെ തേർത്തട്ടിൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അർജുനൻ ആ സമയത്ത് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, വേപതിഷ്ഠ ശരീരമേ, ഞാൻ ഈ ജീവൻ ഹനിച്ചുകൊണ്ട് ഞാൻ ഈ യുദ്ധം ചെയ്യണോ? യുദ്ധത്തിന് അർജുനന്റെ താല്പര്യവും അർജുനന്റെ ഊർജ്ജവും നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ അർജുനൻ വീണു പോവുകയാണ്. തീർത്തും ഒരു പോരാളിക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകാവുന്ന ഒരു ആശങ്ക തന്നെയാണത്. കാരണം തന്റെ പ്രിയപ്പെട്ടവരും തന്റെ ഗുരുക്കന്മാരും തന്റെ സ്വന്തം രക്തത്തിൽ പിറന്നവരും എല്ലാം എതിർമുഖത്ത് നിന്നും സ്വഭാഗത്ത് നിന്നും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ യുദ്ധത്തിന് ശേഷം തനിക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്നുള്ള ചിന്ത അർജുനന്റെ മനസ്സിൽ തീർത്തും ഉണ്ടാകും. നിങ്ങൾക്ക് ഉത്തരം പറയാം. യുദ്ധത്തിന് മുൻപേ തന്നെ ആരൊക്കെയാണ് എതിർപക്ഷത്തുള്ളത് എന്നുള്ള ധാരണ ഉണ്ടായിട്ടുള്ളതല്ലേ, പിന്നെ എന്താണ് ആ സമയത്ത് ഒരു ആശങ്ക വരേണ്ട ആവശ്യമില്ലല്ലോ. ഗുരു ഇന്നലെ ഉണ്ടായ വ്യക്തി ഒന്നല്ലല്ലോ. ഈ ആരൊക്കെയാണ് എതിർപക്ഷത്തുള്ളതെന്ന് മനസ്സിലാക്കാത്തത് ഒരു ഉത്തമനായ ക്ഷത്രിയന്റെ ഒരു കാര്യമല്ല. അത് ഉത്തമനായ ക്ഷത്രിയന് ചേർന്ന ഒരു കാര്യമല്ല. അതുമാത്രമല്ല, ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങളെല്ലാം ചെയ്ത് ശംഖധ്വനി മുഴക്കി യുദ്ധോത്സുകരായി നിൽക്കുന്ന 2 സൈന്യത്തിന്റെ നടുവിൽ വെച്ചായിരുന്നില്ല അർജുൻ ഇത്തരമൊരു ആശങ്ക ഉണ്ടായ വിഷാദമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത്തരമൊരു ആശങ്ക ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആശങ്കയെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മഹാകാവ്യമായിട്ടുള്ള ഭഗവത്ഗീത ഉണ്ടായിട്ടുള്ളത്. കാരണം ഭഗവത്ഗീതയുടെ ഉത്ഭവത്തിന് കാരണമായത് ഈ ആശങ്കയാണ്. ഈ ആശങ്ക ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു കാവ്യം വായിക്കാനോ അതിന് അത്രയും അറിവുകൾ സ്വീകരിക്കാനോ സാധിക്കുമായിരുന്നില്ല. ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ.
മഹാഭാരതത്തിൽ തന്നെ ഈ പറയുന്ന ഭാഗത്ത് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഇത്തരം നിമിഷസുഖങ്ങൾക്ക് വേണ്ടി, വെറും ഒരു വിഷയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു യുദ്ധം അനിവാര്യമാണോ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരെ പോരടിക്കുന്നതിനും യുദ്ധങ്ങൾക്ക് പുറപ്പെടാനുമാണ് രാജ്യങ്ങൾ തയ്യാറാവുന്നത്. തീർച്ചയായും കിടക്കാൻ നേരത്തെ പായന്വേഷിക്കൽ തന്നെയാണ് ഈ അർജുനൻ ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഇത്രയും സമയം ഉണ്ടാകാതിരുന്ന ഒരു സംശയം, യുദ്ധത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ വളരെ മുമ്പ് മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്തൊരു സംശയം അവസാന നിമിഷത്തിൽ അർജുനൻ ഉണ്ടാകുന്നത് എന്നത് യുക്തിസഹം പോലും അല്ല. അതുമാത്രമല്ല, ഇവിടെ അർജുനന് സ്വന്തം ബന്ധുജനങ്ങളെ ഓർത്ത് അവരോട് സഹതാപമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും സഹതാപത്തിന്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല. അത് അർജുന്റെ ഭീരുത്വത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു നിരസം എനിക്ക് പ്രകടിപ്പിക്കാനുണ്ട്. കാരണം എന്തെന്നാൽ, യുദ്ധത്തിന് മുൻപ് യുദ്ധത്തിൽ ആർക്കെല്ലാം താല്പര്യമുണ്ടെന്ന് മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ധർമ്മപുത്രനും നകുലനും സഹദേവനും ഒരു കാരണവശാലും യുദ്ധം ആവശ്യകരമല്ല, യുദ്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും നാശത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്കാണ് അവർ നീണ്ടിരുന്നത്. ഇനി 2 മിനിറ്റാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആശയങ്ങൾ പറയാം. എന്നാൽ ഭീമനാകട്ടെ യുദ്ധം അനിവാര്യമാണ്, കാരണം ഭീമൻ ശക്തിയുടെ പ്രതിരൂപമാണ്, യുദ്ധം അനിവാര്യമാണെന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭീമൻ ചെയ്തിട്ടുണ്ടെന്ന്. അർജുനനാകട്ടെ നിഷ്പക്ഷമായൊരു ഇതായിരുന്നു, യുദ്ധം വേണമെന്നോ വേണ്ട എന്നോ ഇല്ല, ആരാണോ ആരുടെ പക്ഷത്താണോ ധർമ്മം നിലനിൽക്കുന്നത് ആ പക്ഷത്തിന് കൂടെ ഞാൻ നിൽക്കുമെന്നായിരുന്നു അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വ്യക്തമായൊരു ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എങ്കിലും ഭഗവത്ഗീത ഒരിക്കലും ഒരു യുദ്ധാഹ്വാനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീതയിൽ ഒരുപാട് ധാർമ്മികമായ മൂല്യങ്ങളെയാണ് പറയുന്നത്. ഇഹലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും ധർമ്മത്തിനും ക്ഷേമത്തിനും വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ള ഭഗവത്ഗീത ഒരിക്കലും ഒരു യുദ്ധാഹ്വാനമല്ല. ഭഗവത്ഗീത ഉദ്ധരിച്ചിട്ടുള്ള ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖമാണ്. ആ യുദ്ധമുഖത്തിൽ അത്തരം കാര്യങ്ങൾ ഉച്ചരിക്കേണ്ട, അത്തരം കാര്യങ്ങൾ പറയേണ്ടതിന്റെ ആവശ്യകത അർജുനനെ യുദ്ധത്തിന് സന്നദ്ധനാക്കുക എന്നുള്ളതാണ്. തേർത്തട്ടിൽ തന്റെ ഗാന്ധിയവും മുറിഞ്ഞുപോയി തളർന്നിരിക്കുന്ന അർജുനനെ മോട്ടിവേറ്റ് ചെയ്ത് അർജുനനെ ഊർജ്ജസ്വലനാക്കി യുദ്ധത്തിന് തയ്യാറാക്കുക എന്നതാണ്. ആ ഊർജ്ജസ്വലനാക്കുന്നതിനൊപ്പം അർജുനനെ പരമാവധി അപമാനിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം വികാരം ഉണർത്തിക്കൊണ്ടും ചെയ്യുന്നുണ്ട്. കാരണം ക്ഷുദ്രം ഹൃദയം ദൗർബല്യം എന്ന് പറയുന്ന ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇനിയും നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവർ വരെ നീ ഒരു ഭീരുവായി കണക്കാക്കും എന്നുള്ള ഒരു ചോദ്യം കൃഷ്ണൻ അവിടെ പറയുന്നു. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഉദാഹരണത്തോടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് പറയുന്നത്, അല്ലാതെ അതിനെ ഒരിക്കലും യുദ്ധാഹ്വാനമായിട്ടോ അങ്ങനെ കാണാൻ പറ്റുകയില്ല. ഈ മഹാത്മാഗാന്ധി പോലും ഭഗവത്ഗീതയെ സ്വന്തം എന്താ പറയാ അമ്മയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗീത ഒരിക്കലും ഒരു യുദ്ധാഹ്വാനമല്ല. അഹിംസയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഒരിക്കലും ഗീത ഒരു യുദ്ധാഹ്വാനമായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. 10 സെക്കൻഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അത്തരം ഒരു സാഹചര്യത്തിൽ കൃഷ്ണൻ യുദ്ധത്തിൽ അർജുനനെ സന്നദ്ധനാക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യമായിട്ട് ഗീത പിന്നീട് വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഇത്തരം ഒരു അഹിംസയിലേക്കും ജീവിത വിജയത്തിലേക്കുമുള്ള പാഠങ്ങളായിട്ട് മാറിയത്. ഈ ശ്രീധരൻ എന്ന് പറയുമ്പോൾ ഈ ശ്രീധരൻ സാർ മെട്രോമാൻ ആണ്. അദ്ദേഹം കൊച്ചി മെട്രോ ഉണ്ടാക്കുമ്പോൾ തന്നെ ഗീത അദ്ദേഹത്തിന്റെ മാതൃകയെ എടുത്തു എന്ന് പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും ഗീത ഒരു ഉദാഹരണമല്ല എന്ന് വളരെ വ്യക്തമാണ്. കൈയടിച്ചു പോയി.